അതായത് നമ്മൾ പേടിക്കുമ്പം നമ്മുടെ ബ്രെയിൻ സെൽസ് ഭയങ്കരമായിട്ട് സ്പീഡ് ഒരു വൺ വേ മെത്തേഡ് ഓഫ് ടോക്കിംഗ് ആണ് അവിടെ നടക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഓഡിയൻസിനൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ പറയേണ്ടത് കേൾക്കുക, എന്നെ ജഡ്ജ് ചെയ്യാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ വേണം ഞാൻ സംസാരിക്കാൻ, ഇങ്ങനത്തെ ഒരു ചിന്ത ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. പക്ഷെ ഫോർ സം റീസൺ നമ്മുടെ ഉള്ളിലുള്ള ഒരു പോയിന്റും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ചെറിയ ഡിസ്കഷൻ നടക്കുക എന്ന് വിചാരിക്കുക. പക്ഷെ ഫോർ സം റീസൺ നമ്മുടെ ഉള്ളിലുള്ള ഒരു പോയിന്റും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവരുടെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ അറിയാത്തവരുണ്ടെന്ന് വിചാരിക്കുക, അപ്പോഴും സംസാരിക്കാൻ പറ്റില്ല. ഇതിനെയാണ് പബ്ലിക് സ്പീക്കിംഗ് കോൺഫിഡൻസ് ഇല്ല എന്നൊരാൾ പറയുക. പക്ഷെ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണോ? ഡെഫിനറ്റ്ലി. ലൈക്ക് എനി അതർ സ്കിൽ, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഹൗ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി ഇൻ എ പബ്ലിക് സ്പേസ്, ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ അത്ര കോമ്പറ്റേറ്റീവ് ആയ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി വി ഹാവ് ടു പ്രൂവ് ദറ്റ് വി ആർ ദ ബെസ്റ്റ്. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പം എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക? കുറച്ച് പൊളൈറ്റായി, റിയൽ ആയിട്ടുള്ള സ്വഭാവം പുറത്തെടുക്കാതെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുക, അല്ലേ? പക്ഷേ ദ മെയിൻ പോയിന്റ് ഇസ് ദാറ്റ് നെവർ ട്രൈ ടു ബി എ പെർഫെക്റ്റ് പേഴ്സൺ വെൻ യു ടോക്ക് ടു എനിബഡി. നമ്മൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും ഞാൻ ആരാണോ അതായിട്ട് തന്നെ സംസാരിക്കുക. ഫേക്ക് ചെയ്യാൻ ശ്രമിക്കും തോറും മാനറിസംസിന് ഡിഫറൻസ് വരും. അപ്പൊ പിന്നെ നമ്മൾ ഓർക്കാൻ തുടങ്ങും എന്ത് പറയണം അടുത്തതെന്ന്. അവിടെ യു ബിക്കം എ ലെസ് അട്രാക്റ്റീവ് പേഴ്സൺ. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കാറില്ലേ, ഞാൻ ഇതൊക്കെ പഠിച്ചതാ പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല, അതെന്തുകൊണ്ടാന്ന്? അവിടെയാണ് ഈ ഒരു ഫേക്കിങ്ങിന്റെ പ്രശ്നം വരുന്നത്. പക്ഷെ റിയൽ ആയിട്ട് പറഞ്ഞ ഇന്റർവ്യൂ കിട്ടണം എന്നില്ല എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ ഇന്റർവ്യൂസിന് പോണത് പോലും. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഇന്റർവ്യൂ എന്തിനാണോ അതിനെപ്പറ്റി നന്നായിട്ട് ധാരണ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഫേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് യു. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നെവർ ട്രൈ ടു ബി പെർഫെക്റ്റ് ഇൻ എ കോൺവെർസേഷൻ. അത് റോ ആയിട്ട് വെക്കുക, മീനിങ് ആയിട്ട് വെക്കുക, നാച്ചുറൽ ആയിട്ട് വെക്കുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ പറയുന്നതിൽ വന്നു കഴിഞ്ഞാൽ അതൊരു മേജർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. അപ്പോളജൈസ് ചെയ്യണം എന്നുള്ള മിസ്റ്റേക്സിൽ മാത്രം സോറി ഞാൻ ഇതല്ല ഉദ്ദേശിച്ചെന്ന് ക്ലാരിഫൈ ചെയ്യുക. അല്ലാത്ത പക്ഷം സ്കിപ്പ് ചെയ്യുക. കാരണം നമ്മളൊരു 10 സെന്റൻസ് പറയുന്നതിൽ അത് കേൾക്കുന്ന ആള് രജിസ്റ്റർ ചെയ്യുന്നത് 3-4 സെന്റൻസസ് മാത്രം. ബാക്കിയൊക്കെ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഇതിന്റെ മീനിങ്സ് മാത്രം കടന്നു പറ്റും. അപ്പൊ അവർക്ക് അതിന്റെ ഒരു രത്ന ചുരുക്കം കിട്ടും. അല്ലാതെ നമ്മളൊരു 10 സെന്റൻസ് പറഞ്ഞാൽ 10ഉം എന്താണ് എന്ന് ഒരാളും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ്സ് എ വെരി ബിഗ് ഗ്രാൻഡ് ഇന്റർവ്യൂ. നമ്മൾ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പം ഫ്രീ ആയിട്ട് സംസാരിക്കാൻ നോക്കുക. പെർഫെക്ഷനിലേക്ക് അത് എത്തിക്കാൻ നോക്കരുത്. അപ്പൊ കേൾക്കുന്ന ആൾക്ക് തന്നെ തോന്നും എന്താ പറയുന്നേ, അല്ലെ ഇത്രയും ഷുഗർ കോട്ട് ചെയ്ത് എന്തിനാ പറയുന്നേ, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയാണോ, അങ്ങനെ ഒരു ചിന്ത വരും. അതുകൊണ്ടാണ് പറയുന്നത് നെവർ ട്രൈ ടു ബി പെർഫെക്റ്റ്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന വേറൊരു തെറ്റാണ് when you are nervous you try to speak in a very fast way. അതായത് നമ്മൾ പേടിക്കുമ്പം നമ്മുടെ ബ്രെയിൻ സെൽസ് ഭയങ്കരമായിട്ട് സ്പീഡപ്പ് ചെയ്യും. ബ്രെയിനിന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. സ്ലോ ആവണോ, ഫാസ്റ്റ് ആവണോ, മീഡിയം ആവണോ ഒന്നും നമ്മളുടെ ബ്രെയിൻ സെൽസിന് അറിയില്ല. നമ്മൾ ഭയങ്കരമായിട്ട് നെർവസ് ആവുക. അപ്പം നമ്മൾ അറിയാതെ തന്നെ പറയുന്ന കാര്യത്തിന്റെ സ്പീഡും കൂടും. when speed increases you know what happens, ആക്സിഡന്റിൽ അത് എൻഡ് ചെയ്യും, അല്ലേ? അതുപോലെ തന്നെയാണ് സംസാരത്തിന്റെ കേസിലും. സ്പീഡിൽ സംസാരിക്കുമ്പം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയണം എന്നില്ല, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശരിയാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് അധികം ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ പോകുമ്പം ഒരു സ്പീഡ് നമ്മളുടെ മനസ്സിലുണ്ടാവണം. ഇന്നൊരു പേസിൽ വേണം സംസാരിക്കാൻ, ഇങ്ങനെ വേണം നിർത്താൻ, ഇങ്ങനെ വേണം തുടങ്ങാൻ. ഈ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ടാവണം. കാരണം സ്പീഡ് കൂടും തോറും നമുക്കൊരു വെപ്രാളം വരും. ഇത് ഞാൻ എല്ലാവരുടെയും കാര്യത്തിലല്ല പറയുന്നത്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഇല്ല എന്ന് തോന്നുന്നവരുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ആ നെർവസ്നെസ് വരുമ്പം അയ്യോ മറന്നു പോവോ, അടുത്ത പോയിന്റ് എന്താ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക സംസാരിക്കുമ്പം, അല്ലെ? ഒരു 100 കാര്യം ചിന്തിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു പോയിന്റിലെത്തുമ്പം നമ്മൾ സ്റ്റക്കായിപ്പോവും. അതുകൊണ്ട് നോ യുവർ സ്പീഡ്, കീപ് ദറ്റ് പേസ്. അത് വിട്ടു പോകാം, പക്ഷെ അത് വിട്ടു പോകേണ്ടത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ഫീൽ കംപ്ലീറ്റ്ലി കോൺഫിഡൻറ്റ്, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും നോ മാറ്റർ വാട്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ സ്പീഡിൽ സംസാരിക്കേണ്ടത്.
ഇനി സ്പീഡിൽ സംസാരിക്കുന്നതിന്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലിസൺ ചെയ്യുന്നവർ കൂടി നമ്മൾ പറയുന്നത് മനസ്സിലാവണം. കാരണം നമ്മളുടെ പോലത്തെ ഒരു ലാംഗ്വേജ് സ്കില്ലായിരിക്കില്ല കേൾക്കുന്ന ആളുടേത്. സോ അത് എങ്ങനത്തെയാണെന്ന് നമുക്ക് ഊഹിക്കാനും പറ്റില്ല. അങ്ങനത്തെ കേസിൽ ഒരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾ പറയുന്നത് കുറച്ചുകൂടി മനസ്സിലാവുകയും ചെയ്യും, നിങ്ങൾക്ക് അടുത്ത പോയിന്റ് ഓർക്കാനുള്ള ടൈമും കിട്ടും. നമുക്ക് പരിചയമില്ലാത്ത കുറേ ആൾക്കാർ ഒരു ക്രൗഡിലുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ കുറച്ച് കംഫർട്ടബിൾ ആവുന്ന ഒരാളെ കണ്ടുപിടിച്ചു. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തവർ നോർമലി ചെയ്യുന്ന ഒരു കാര്യം അയാളെ മാത്രം നോക്കി സംസാരിക്കുക. ബാക്കിയുള്ളവർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ചിന്ത നമുക്ക് ഒന്നുമില്ല. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ട്രൈ ടു ഗിവ് ഐ കോൺടാക്ട് ടു എവ്രി വൺ. എല്ലാവരെയും നോക്കി നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പം ആദ്യമൊക്കെ നമുക്കൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യും. ചിലവർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും, ചിലവർ അവിടെ ഇരുന്ന് തലചൊറി ഉണ്ടാവും, ചിലവർ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ഇവരൊക്കെ ചെയ്യണേ, ആ ഒരു കോൺഫിഡൻസ് ആദ്യമേ നഷ്ടപ്പെടും. പക്ഷേ ഇഫ് യു ക്യാൻ മെയിൻറ്റെയിൻ 2 minutes ഓഫ് സ്ട്രെയിറ്റ് ഐ കോൺടാക്ട് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ, പിന്നെ 3rd minute ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന്. കാരണം നമ്മൾ യൂസ്ഡായി, നമ്മളുടെ മൈൻഡും ബ്രെയിനും പ്രിപ്പയർഡായി എല്ലാവരെയും ഫേസ് ചെയ്യാൻ. ഒട്ടും ലിസൺ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഓഡിയൻസിലുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കുറച്ചു നേരം നോക്കി ഒന്ന് ചിരിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവർ ലിസൺ ചെയ്യാൻ തുടങ്ങും. ഇത് എനിക്ക് ട്രൈ ചെയ്ത് വർക്ക്ഔട്ട് ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം എക്സ്റ്റംപർ സ്പീച്ച് കോമ്പറ്റീഷന് പോവാറുണ്ട്, കലോത്സവത്തിന്. സോ കലോത്സവത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും അവിടെ. ചിലവർക്ക് കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല, ചിലവർ ഓരോ ഇവന്റ്സും കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നവരായിരിക്കും, ചിലവർ ഉച്ചയ്ക്ക് ആയിട്ട് ക്ഷീണിച്ച് വിശന്ന് എങ്ങനെയും ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും. ഇവരുടെയൊക്കെ മുന്നിൽ ചെന്നിട്ടാണ് നമ്മൾ കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷിൽ ഒരുമാതിരി ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കേണ്ടാവുക. അപ്പം നമുക്ക് ഈ ഓഡിയൻസിനെ പുള്ളി ചെയ്യാൻ പറ്റുക എങ്ങനെയാണെന്നറിയോ, വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേരെ കുറച്ച് നേരം ഒന്ന് നോക്കുക. അതായത് ഒരു 1-2 മിനിറ്റ് നോക്കുക എന്നല്ല, ഒന്ന് ഗ്ലാൻസ് അവർക്ക് കൊടുക്കുക, ആ ഒരു അറ്റൻഷൻ അവർക്ക് കൊടുക്കുക. അവർ നമ്മളെ അവരറിയാതെ തന്നെ നോക്കി തുടങ്ങും, അവർ ലിസൺ ചെയ്യാനും തുടങ്ങും. ദിസ് ഹാസ് വർക്ക്ഡ് ഫോർ മീ മില്യൺസ് ഓഫ് ടൈംസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ കോൺടാക്ട് എല്ലാവർക്കും കൊടുക്കാൻ നോക്കുക. അപ്പൊ നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങളെ ഇഷ്ടം, അവർക്ക് മനസ്സിലാമോ എന്നെ നോക്കിയാ പറയുന്നേ. ആ ഒരു അറ്റൻഷൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സോ കീപ് ഇൻ മൈൻഡ്, മെയിൻറ്റെയിൻ ഐ കോൺടാക്ട് വിത്ത് എനി വൺ യു ക്യാൻ. അല്ലാതെ ഒരാളെ മാത്രം നമ്മൾ നോക്കി വളരെ ബോറിംഗ് ആയിട്ടായിരിക്കും ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അത് പോവുക. നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല, എന്നാൽ നിർത്താനും പറ്റില്ല. അത്രയും ഓക്വേർഡ് ആവും. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ ആവട്ടെ, നമ്മൾ കാണാൻ പോകുമ്പോൾ എന്താ മനസ്സിൽ വെക്കുക, സംസാരിക്കുമ്പോൾ കുറച്ച് ഇംപ്രസീവ് ഒക്കെ ആയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ വേണം ഞാൻ സംസാരിക്കാൻ. ഇങ്ങനത്തെ ഒരു ചിന്ത ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോവുക. അവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തു. നമ്മൾ ഒരിക്കലും ഒരാളെ ഇംപ്രസ് ചെയ്യാനല്ല നോക്കേണ്ടത് സംസാരത്തിലൂടെ, നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്ന അതേ അർത്ഥത്തിൽ മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓരോരുത്തരുടെയും ഇന്റലിജൻസ് ഇസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ്. ഇപ്പൊ നമുക്ക് അറിയുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കാൻ പോകുമ്പം മനസ്സിൽ വെക്കുക, ഇത് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യമാവൂ, ഇത് പറഞ്ഞാൽ അവൾക്ക് സന്തോഷമാവൂ, ഇതെങ്ങനെ പറഞ്ഞാലായിരിക്കും അവൾ ചിന്തിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞാൽ അവൾ ഓവർ തിങ്ക് ചെയ്യോ. സോ നമുക്ക് അറിയുന്ന ആളുടെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുമ്പം ആളുടെ സൈക്കോളജി നമുക്ക് ഓൾറെഡി അറിയാം. സോ അതനുസരിച്ച് നമ്മൾ നമ്മളുടെ സംസാര രീതി മാറ്റണം. ഇനി അറിയാത്ത ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പം ട്രൈ ടു ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ടോക്ക്. എടാ ഞാൻ ഇതാണോ പറയുന്നത്, അങ്ങനെയല്ല മനസ്സിലാക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പറയുന്ന കാര്യം എക്സാമ്പിൾസ് ഒക്കെ വെച്ച്, എടാ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇത് ഓക്കെ ആവില്ലേ, അല്ല ഇങ്ങനെ ചെയ്യുമ്പം എന്താ അതിന്റെ അടുത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എന്തായിരിക്കും, നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിന്റെ ആൻസേഴ്സ് കേൾക്കുന്ന ആളെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ ആൾക്ക് മനസ്സിലാമോ ഇതാണ് ഉദ്ദേശിച്ചത്. ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. ഈവൺ ഇന്റർവ്യൂസിന് പോകുമ്പോഴാണെങ്കിലും നമ്മളുടെ ലൈഫിൽ നടന്ന ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഒരു ഇൻസിഡന്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അവർക്ക് മനസ്സിലാവും, നിങ്ങൾക്കും മനസ്സിലായി ക്വസ്റ്റ്യൻ എന്താന്ന്, നിങ്ങൾക്കത് ചെയ്യാൻ അറിയാമെന്ന് അവർക്കും മനസ്സിലായി. ഇതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് നോട്ട് ടു ഇംപ്രസ് എനിവൺ വൈൽ ടോക്കിംഗ്, ട്രൈ ടു ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ. കാരണം നമുക്കറിയാം നമ്മൾ എന്താ ഉദ്ദേശിച്ചതെന്ന്. അത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണമെന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ലാസ്റ്റ്ലി, പബ്ലിക് സ്പീക്കിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ഓഡിയൻസിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആണ്. ആൻഡ് ഫീഡ്ബാക്ക് ഇസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ്. ഒരു 1 way മെത്തേഡ് ഓഫ് ടോക്കിംഗ് ആണ് അവിടെ നടക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഓഡിയൻസിനൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ പറയേണ്ടത് കേൾക്കുക അല്ലാതെ.
അപ്പം നമ്മൾ ആ ഫീഡ്ബാക്ക് എങ്ങനെ നേടും? ഒന്ന് പോസ് ആൻഡ് റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മളൊന്ന് നിർത്തി എടുത്തെടുത്ത് സംസാരിക്കുക. പൊളിറ്റീഷ്യൻസ് ഒക്കെ സംസാരിക്കുന്ന കേട്ടിട്ടില്ലേ? അവരൊരു സെന്റൻസ് പറഞ്ഞ പിന്നെ ഒരു 2 മിനിറ്റത്തേക്ക് അവർക്കൊരു ദീർഘനിശ്വാസ, പിന്നെ അവരടുത്തേക്ക് പോവാ. പക്ഷെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് അവരുടെ ടോണും വോയിസ് ഒക്കെ അവർ മോഡുലേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും. ഇനി ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓഡിയൻസ് ആണെങ്കിൽ, അതായത് അവർ പറയുന്നത് കേൾക്കാനൂടെയുള്ള ഒരു ചാൻസ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ അവർക്കും ടൈം കൊടുക്കുക. ചിലർ അതിൻ്റെ ഇടയിലേക്ക് ഇരുന്ന് സംസാരിക്കേണ്ടാവും. അപ്പം നമ്മൾ അവരോട് ഇത് കറക്റ്റ് അല്ലേ ചേച്ചി അങ്ങനെ എടുത്തൊന്ന് ചോദിക്കുക. നമ്മളെല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ കോൺഫിഡൻസും ബൂസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, ഇഫ് യു വോണ്ട് ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി ഇൻ എ പബ്ലിക് പ്ലാറ്റ്ഫോം ഓർ ഇൻ എ പബ്ലിക് സ്പേസ്, ഇമോഷണലി അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് വൈസ് നമ്മളെ കേൾക്കുന്നവരായിട്ട് നമ്മളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. പ്രായമായവരാവട്ടെ, യങ്സ്റ്റേഴ്സ് ആവട്ടെ, ഇവരോടൊക്കെ സംസാരിക്കാൻ പല രീതികളുണ്ടല്ലേ. അപ്പൊ അവരെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരിലേക്കുള്ള വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ ഈ ടിപ്സ് പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ സംസാരിക്കുന്നതായിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്, എങ്ങനെയാ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്നൊക്കെ. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ പേരൻസ് 2 പേരും ടീച്ചേഴ്സാണ്. അവർ 2 പേരും നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. അപ്പം ജനറ്റിക്കലി എനിക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ചെറുപ്പം മുതൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ച് ശീലിച്ച ഒരാളാണ്. ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഓരോ സിനാരിയോസ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. എനിക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയാൽ ഞാൻ എങ്ങനെയാ ഒരു റിപ്ലൈ കൊടുക്കുക, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്കിരുന്ന് പറയുമായിരുന്നു. അപ്പം എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഇത് കേൾക്കുന്നവർ ചോദിച്ചിട്ടുണ്ട്, അയ്യോ മോളെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? അപ്പം എൻ്റെ പേരൻസ് ആദ്യം അത് നോട്ടീസ് ചെയ്തില്ല. പിന്നെ അവർ നോക്കിയപ്പം ഞാൻ അനാവശ്യമായതൊന്നും അല്ല പറയുന്നത്, എൻ്റെ ഓരോ ആഗ്രഹങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. സോ നമുക്ക് നമ്മളെ തന്നെ ബിൽഡ് ചെയ്യാൻ പല വഴികളുണ്ട്. അൺനോയിങ്ലി ഓർ അൺനോയിങ്ലി യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പബ്ലിക് സ്പീക്കിങ്ങിനെയും എങ്ങനെ ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആവാം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യേണ്ടാവും. സോ ദ സൈക്കോളജി ഓഫ് സ്പീക്കിംഗ് എന്നാണ് ഈ ഒരു വീഡിയോ ഗ്രൂപ്പിങ്ങിൻ്റെ പേര്. അപ്പം ഞാനൊരു 5-6 വീഡിയോസ് അതിനെപ്പറ്റി ഇടും. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ വിൽ ഫൈൻഡ് ഇറ്റ് ഹെൽപ്ഫുൾ. ഇതിനെയും നിങ്ങൾ കാണുക. പ്ലീസ് ഡു ടെൽ യുവർ ഒപ്പീനിയൻസ് ഇൻ ദ കോമെന്റ് ബോക്സ്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.